നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഈ ചാനൽ നിങ്ങളിലേക്ക് എത്തുന്നത്. നമ്മൾ പ്രധാനമായി ചാനൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളുടെ വീഡിയോസ് ഇടാനാണ് നമ്മൾ ഈ ചാനലിൽ പ്രധാനമായും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് +2 കുട്ടികൾക്ക് പബ്ലിക് എക്സാമിന്, ഈ വരുന്ന 17-ാം തീയതിത്തെ പബ്ലിക് എക്സാമിന് ഈ കുട്ടികൾക്ക് ചോദിക്കാവുന്ന ഉറപ്പായും ചോദിക്കുന്ന 6 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ ഈ 12 മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു. അപ്പോൾ മക്കളെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ ചാപ്റ്ററായ ഡിറ്റർമിനൻ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവസാനത്തെ സെക്ഷനിൽ വരുന്ന, ലാസ്റ്റ് സെക്ഷനിലെ 6 മാർക്കിൻ്റെ സെക്ഷനിൽ വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും അവസാനം കാണുന്ന ചോദ്യമാണിത്. അപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. തന്നിരിക്കുന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ എന്താണ് മെട്രിക്സ് മെത്തേഡ് കൊണ്ട് സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മക്കളെടാ, ഇതിൻ്റെ എക്സ് വാല്യൂ ഇപ്പോൾ ഇവിടെ എക്സിനും വൈക്കും ഇസഡിനും എന്തോ ഒരു വില കൊടുക്കുമ്പോഴല്ലേ നമുക്ക് 3 കിട്ടുന്നത്. അത് ആ ഒരു വില തന്നെ കൊടുക്കുമ്പോഴാണ് ഇവിടെ 4 കിട്ടുന്നത്. ആ ഒരു വില തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ 2 കിട്ടണം. അങ്ങനത്തെ വാല്യൂസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് സോൾവ് ചെയ്യാനെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന രീതി, ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് AX = B. AX = B. അവിടുന്ന് നമുക്ക് എഴുതാം X കണ്ടുകൂടെ അവിടുന്ന് A ഇപ്പുറത്ത് വന്നാൽ 1/A. 1/A എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേഴ്സിൽ പഠിക്കുന്നതാണ്. 1/A എന്ന് പറഞ്ഞാൽ A ഇൻവേഴ്സ് ഇൻറ്റു B. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസിന് XY Z വാല്യൂസിനാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സ് കാണാനുള്ള ഇക്വേഷനാണ് A ഇൻവേഴ്സ് ഇൻറ്റു B. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എയും ബിയും എക്സും എല്ലാം എഴുതാൻ പോവാണ്. A എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ XY Z കമ്പോണൻറ്റുകളെയാണ് എയുടെ ഫസ്റ്റ് റോയിലെ എലമെൻ്റായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടുത്തെ എക്സിൻ്റെ കമ്പോണൻറ്റ്, എക്സിൻ്റെ കൂടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ കൂടെ 1 ഉണ്ടെന്നാണ്. അപ്പം 1 വൈയുടെ കൂടെയും 1 ആണ്. ഇസഡിൻ്റെ കമ്പോണൻറ്റും അല്ലെങ്കിൽ കോയിഫിഷ്യൻറ്റും 1 ആണ്. അപ്പോൾ 1. അടുത്തത് എക്സിൻ്റെ കൂടെ 2 ആണ്. വൈയുടെ കൂടെ 1 ആണ്. ഇസഡിൻ്റെ കൂടെയും 1 ആണ്. 2 1. ഇവിടെ അടുത്തത് ലാസ്റ്റത്തെ റോ ആണ്. 2 ഉണ്ട്. തെറ്റരുത്, വൈയുടെ കൂടെ നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് -1 ആണ്. ഇസഡ് 1 ആണ്. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് എക്സ് ആണടാ. അടുത്ത എക്സ് എന്ന് പറയുന്നത് നമുക്ക് കാണേണ്ട എക്സ് എന്ന് പറയുന്നത് XY Z ആണ്. XY Z ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇനി ബി എന്ന് പറയുന്നത്, ബി നിങ്ങൾ ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ റൈറ്റ് ഹാൻഡ് സൈഡ്, എല്ലാ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നേക്കുന്ന നമ്പറുകൾ എഴുതിയാൽ അതിനെ പറയുന്നതാണ് B 3 4 2. ഇതിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, 3 റോയും 1 കോളവും വരുന്ന ഒരു 3/1 മെട്രിക്സ് ആണിത്. ഇതൊരു 3/1 മെട്രിക്സ് ആണ്. ഇതൊരു 3/3 ആണ്. നിങ്ങൾ ഡിറ്റർമിനൻറ്റിൽ പഠിക്കുന്നത് മക്കളെ. ഇനി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ X = A ഇൻവേഴ്സ് ഇൻറ്റു B എന്ന് വെച്ചാൽ എക്സ് കാണണമെങ്കിൽ A ഇൻവേഴ്സിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? B കൊണ്ട് നമ്മൾ ഗുണിച്ചേ പറ്റത്തുള്ളൂ. അപ്പം A ഇൻവേഴ്സ് ആരാ? A ഇൻവേഴ്സ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. A ഇൻവേഴ്സ് = 1/DTA ഇൻറ്റു അഡ്ജിA. 1/DTA ഇൻറ്റു അഡ്ജിA. അത് നമുക്കറിയാവുന്നതാണ്. 1/DTA ഇൻറ്റു അഡ്ജിA, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചേക്കുന്ന അഡ്ജിA/DTA എന്നായിരിക്കും. അഡ്ജിA/DTA അത് തന്നെയാണ് 1/DTA ഇൻറ്റു അഡ്ജിA. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, A ഇൻവേഴ്സ് കാണണമെങ്കിൽ DTAയും അഡ്ജിയയും കണ്ടാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇത് ആദ്യം നോക്കേണ്ടത് X = A ഇൻവേഴ്സ് ഇൻറ്റു B എന്നായിരുന്നു. ആ A ഇൻവേഴ്സ് ഇൻറ്റു B, എക്സ് കാണണമെങ്കിൽ A ഇൻവേഴ്സിനെ B കൊണ്ട് ഗുണിച്ചേ പറ്റത്തുള്ളൂ. B ഡയറക്റ്റ് നമ്മുടെ കിടപ്പുണ്ട്. 3 4 2 എന്ന് പറയുന്നൊരു 3/1 മെട്രിക്സ് ആണത്. അത് നമ്മുടെ കയ്യിലുണ്ട്. അതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. A ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ അതിൻ്റെ പ്രൊഡക്റ്റ് അത് തമ്മിൽ ഇൻറ്റു ചെയ്താലേ നമുക്ക് എക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ A ഇൻവേഴ്സ് കാണുന്നത്. A ഇൻവേഴ്സിൻ്റെ ഇക്വേഷനാണ് 1/DTA ഇൻറ്റു അഡ്ജിA. അപ്പോൾ നമ്മൾ ആദ്യം DTA കാണാൻ പോവാണ്. DTA കാണുന്നതാണ് രീതിയാണ്. DTA എഴുതുക. ആ മെട്രിക്സ് A എന്ന് പറയുന്ന മെട്രിക്സിനെ ഡിറ്റാക്കി എഴുതുക. 2 1 1. സോറി, 2 അല്ല മക്കളെ, 1 1 1. അടുത്തത് 2 1 1. അടുത്തത് 2 -1 1. ഇതാണ് DTA. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻ്റ് യുടെ ഷോർട്ട് ഫോമാണ് DTA.
അതിൻ്റെ അകത്ത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് ഡിറ്റേ കാണുന്ന രീതി റോ വൈസ് ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു ആ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്താൽ ആ റോയും ആ കോളവും ഡിലീറ്റ് ചെയ്യണം. ആ റോയും ആ കോളവും ഡിലീറ്റ് ചെയ്യുമ്പം ഇത് ഫസ്റ്റ് എലമെൻ്റ് എടുത്താൽ ആ റോയും ആ കോളവും ഡിലീറ്റ് ആയാൽ ബാക്കിയുള്ള എലമെൻറ്റ് ഏതാ? അതൊരു 2/2 മെട്രിക്സ് ആണ്. 1 1 -1 1. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് റോ വൈസ് ആണെങ്കിലും കോളം വൈസ് ആണെങ്കിലും എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. നമ്മൾ റോ വൈസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തെ എലമെൻറ്റ് പോസിറ്റീവ്, അടുത്ത എലമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കണം. സെക്കൻഡ് അടുത്ത എലമെൻറ്റ് -1 ഇൻറ്റു ആ ഒരു റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ ബാക്കിയുള്ള എലമെൻ്റാണ് 2 1 2 1. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ എടുക്കുന്ന എലമെൻറ്റ് നിൽക്കുന്ന റോ കോളം അങ്ങ് ഡിലീറ്റ് ആക്കുക. ടി ഷേപ്പിൽ ഡിലീറ്റ് ആവും. ഇങ്ങനെ ഒരു പേന വെച്ച് നമുക്ക് ഡിലീറ്റ് ആയിട്ടുള്ള ബാക്കി എലമെൻറ്റ് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഒരു ട്രിക്കാണ്. ഇനി ലാസ്റ്റ് ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെയും പോസിറ്റീവ്, ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവും. അപ്പോൾ ലാസ്റ്റ് എന്താണ്? പോസിറ്റീവാണ്. +1 ഇൻറ്റു ആ റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ആ ഒരു റോയും കോളവും ഡിലീറ്റ് ആയാൽ ബാക്കിയുള്ളത് 2 1 2 -1. മക്കളെ നോക്കണം. 1 ഇൻറ്റു 2/2ൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്ന രീതിയാണ്. 3/3 ചെയ്യുന്നത് റോ വൈസ് എക്സ്പാൻഡ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ 2/2 ഡിറ്റർമിനൻ്റ് കാണുന്ന രീതിയാണ്. മെയിൻ ഡയഗണലിനെ തമ്മിൽ ഇൻറ്റു ചെയ്യുക, മൈനസ് ഓഫ് ഡയഗണലിനെ തമ്മിൽ ഇൻറ്റു ചെയ്യുക. മെയിൻ ഡയഗണൽ ആരാ? 1 ഇൻറ്റു 1 1 -1 ഇൻറ്റു 1 -1. ഓക്കെ, -1 ഇൻറ്റു മെയിൻ ഡയഗണൽ 2 ഇൻറ്റു 1 2 -2 ഇൻറ്റു 1 2. അടുത്തത് +1 ഇൻറ്റു 2 ഇൻറ്റു -1 -2 -2 ഇൻറ്റു 1 2. അടുത്തത് 1 ഇൻറ്റു 1 -1 1 + 1 2 ആണ് ഉത്തരം. -1 ഇൻറ്റു 2 -2 0 ആണ് ആൻസർ. +1 ഇൻറ്റു -2 -4 ആണ് നമ്മുടെ ഉത്തരം. ഇനി 1 ഇൻറ്റു 2 2 -1 ഇൻറ്റു 0 0. അടുത്തത് 1 ഇൻറ്റു -4 -4. ഫൈനൽ ആൻസർ 2 -4 എന്ന് വരും. അതിൻ്റെ ഉത്തരം -2 ആണ്. 2 -4 -2 അല്ലേ? അപ്പം ഡിറ്റേ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് അഡ്ജയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിറ്റേ -2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മക്കളെ ഡിറ്റേ കിട്ടിയതിൽ നമുക്ക് കാണേണ്ടത് അഡ്ജയാണ്. ഡിറ്റേ -2 എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. ഇനിയിപ്പം അഡ്ജയെ കാണാൻ എയിലോട്ട് ശ്രദ്ധിക്കുക. അഡ്ജയെ കാണുന്ന മാർഗമാണ്. എങ്ങനെ ചെയ്താലും നമ്മൾ ആദ്യം അഡ്ജയെ കാണാൻ കോഫാക്ടർ കണ്ടുപിടിക്കും. കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജയെ എന്ന് പറഞ്ഞു വെച്ചാൽ അഡ്ജയെ കാണണമെങ്കിൽ അഡ്ജയെ ഈക്വൽ ടു കോഫാക്ടർ ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ കോഫാക്ടർ കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. കോഫാക്ടർ കാണുകയെന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് എ, കോഫാക്ടർ കാണുന്ന രീതിയാണ് കോഫാക്ടർ ഓഫ് എ കാണാൻ വേണ്ടിയുള്ള രീതിയാണ്. നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ മെട്രിക്സിന് നമ്മളൊരു 4 വട്ടം എഴുതും. ഉദാഹരണം പറഞ്ഞാൽ 1 1 1 ഇതാണ് നമ്മുടെ മെട്രിക്സ്. 1 1 1 2 1 1 2 -1 1. ഇത് തന്നെ നമ്മളില്ല എന്താണ് ഒരു 4 വട്ടം ഒരു 3 വട്ടം അങ്ങനെ എഴുതി വെക്കും. 1 1 1 2 1 1 2 -1 1. അടുത്തത് എൻ്റെ താഴെ ഒന്നുകൂടെ അത് തന്നെ ആ മെട്രിക്സ് തന്നെ 1 1 1 2 1 1 2 -1 1. ഒരു വട്ടം കൂടെ എഴുതും 1 1 1 2 1 1 2 -1 1. കോഫാക്ടർ കാണാൻ വേറെ രീതിയുണ്ട്. ഇത് ആ 2 രീതികളുള്ളൊരു രീതിയാണിത്. ഇത് നോക്കുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ഈ സൈഡിലുള്ളത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. അത് ഫുള്ള് കട്ട് ചെയ്താൽ കോഫാക്ടർ എഴുതാൻ പോകുന്ന രീതിയാണ് കോഫാക്ടർ ഓഫ് എ ഈക്വൽ ടു, ശ്രദ്ധിച്ചോണം, ഇപ്പം ഇവിടെ ഇപ്പോൾ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കി, 4, ഇവിടെ 4, അങ്ങനെ 4 × 4 ടോട്ടൽ എത്ര എലമെൻ്റ് ഉണ്ട്? 4 × 4 16 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ ചെയ്യുന്ന രീതി, കോഫാക്ടർ ഇടുന്ന രീതി ശ്രദ്ധിച്ചോണം. ഒരു സിമ്പിൾ മാർഗ്ഗമാണിത്. കോഫാക്ടർ ഇടുന്നത് മറ്റൊരു രീതിയുണ്ട്. ഇതൊരു സിമ്പിൾ മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. 1 × 1 മെയിൻ ഡയഗണൽ മൈനസ് ഓഫ് ഡയഗണൽ. നമ്മൾ ഡിറ്റർമിനൻറ്റിൽ സാധാരണ ചെയ്യുന്ന പോലെ മെയിൻ ഡയഗണൽ മൈനസ് ഓഫ് ഡയഗണൽ. അപ്പോൾ 1 × 1 1 -1 × 1 എന്താണ്
-1 1 into 1 1 minus -1 into 1 -1 1 minus -1 അടുത്തതാണ് 1 into 2 2 അത് അടുത്ത എലമെൻ്റ് ആണ് 1 into 2 2 minus 1 into 2 2 അടുത്തതാണ് ലാസ്റ്റ് എലമെൻ്റ് ആണ് 2 into -1 -2 minus 2 into 1 2 അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് റോയിൽ 3 എലമെൻ്റ് ആയി. ഇനി അടുത്ത റോ എഴുതാം. ഇത് -1 into 1 -1 minus 1 into 1 1 അടുത്തത് 1 into 1 1 minus 1 into 2 2 അടുത്തത് 2 into 1 2 minus 1 into -1 -1 അടുത്തത് 1 into 1 മെയിൻ ഡയഗണൽ മൈനസ് ഓഫ് ഡയഗണൽ ഇത്രയേ ഉള്ളൂ 1 into 1 1 minus 1 into 1 1 അടുത്ത 1 into 2 2 minus 1 into 1 1 അടുത്ത 1 into 1 1 minus 2 into 1 2 ഇതിപ്പോൾ നമ്മുടെ കോഫാക്ടറായി നമുക്കൊന്ന് എഴുതാം ഒക്കെ ആയിട്ടൊന്ന് എഴുതാം 1 minus -1 1 plus 1 2 അടുത്തത് 2 minus 2 0 അടുത്ത -2 minus 2 -4 -1 -1 -2 1 minus 2 -1 2 minus -1 2 minus 1 ആണ് 2 minus -1 2 plus 1 ആണ് 3 അടുത്ത 1 minus 1 0 2 minus 1 1 1 minus 2 -1 ഇതിപ്പോൾ കോഫാക്ടറാണ്. കോഫാക്ടർ ഓഫ് എ കിട്ടി. കോഫാക്ടർ ഓഫ് എ കിട്ടിയാൽ അഡ്ജയെ കാണുന്ന രീതിയാണ് അഡ്ജെ ഈസ് ഈക്വൽ ടു കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മക്കളെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കോഫാക്ടറിനെ തിരിച്ചിട്ടാൽ മതി. രണ്ട് രീതി പഠിച്ചു വെക്കാം. റോയെ കോളം ആക്കുന്നു എന്ന് പഠിക്കാം, കോളത്തിനെ റോ ആക്കുന്നു എന്ന് പഠിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ 3 റോയ ഫസ്റ്റ് റോ ഏതാ 2 0 -4 അതിനെ കോളമാക്കി എഴുതുക. സെക്കൻഡ് റോയ സെക്കൻഡ് കോളമാക്കി എഴുതുക. തേർഡ് റോയ തേർഡ് കോളമാക്കി എഴുതുക. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമാക്കാൻ പോവാണ് 2 0 -4 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി. അടുത്ത സെക്കൻഡ് റോ സെക്കൻഡ് കോളം. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ -2 -1 3 അടുത്ത തേർഡ് റോ തേർഡ് കോളം 0 1 -1 ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറയുന്നത്. കോഫാക്ടറിനെ വെട്ടി ചെയ്ത് കോഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അഡ്ജെ. അഡ്ജെ കിട്ടി. ഇത് നമുക്ക് എന്ത് കാണണം അഡ്ജെ ഉണ്ട്. നമ്മുടെ ഡിറ്റയെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു -2. അപ്പോൾ നമ്മൾ കാണുന്ന രീതിയാണ് എ ഇൻവേഴ്സ് കാണുന്ന രീതിയാണ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റയെ 1/ഡിറ്റയെ ഏതാണ് 1/-2 1/-2 എന്ന് പറഞ്ഞാൽ -1/2 ഇൻറ്റു 1/ഡിറ്റയെ ഇൻറ്റു അഡ്ജെ. അഡ്ജെ എത്രയാണ് ഇത് കിട്ടിയേക്കുന്നത് 2 -2 0 0 -1 1 -4 3 -1 ഇതാണ് എ ഇൻവേഴ്സ് 1/ഡിറ്റയെ ഇൻറ്റു അഡ്ജെ 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഓക്കെ, ഇത്രയായി മക്കളാടാ. നമ്മളപ്പം എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/ഡിറ്റയെ ഇൻറ്റു അഡ്ജെ. ഇത് -2 ആണ് ഡിറ്റയെ, അതുകൊണ്ട് -1/2 ഇൻറ്റു അഡ്ജെ ആണ് എഴുതിയിരിക്കുന്നത്. ബി ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് ഇനി നമ്മുടെ ആദ്യത്തെ ആ ഒരു പാർട്ടിലേക്ക് വരാം. ആദ്യം നമ്മൾ എഴുതിയ ഇക്വേഷൻ ഓർമ്മ വേണ്ട എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നായിരുന്നു. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും അവിടുന്ന് എ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്തത്. അവിടുന്ന് എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എ ഇൻവേഴ്സായി എക്സ് കാണണമെങ്കിൽ അപ്പോൾ നമ്മുടെ എക്സ് കാണാൻ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ഗുണിച്ചാൽ മതി. എ ഇൻവേഴ്സ് -1/2 ഇൻറ്റു 2 -2 0 0 -1 1 4 -4 3 -1 ഇതാണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എത്രയാണ് ബി കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം നോക്കുക. ബി കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം 3 4 2. അപ്പോൾ ഇതിന് തമ്മിൽ അതിനെ ബി കൊണ്ട് ചെയ്യുകയാണ്. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ചെയ്യുമ്പം -1/2 അങ്ങനെ ഇട്ടേക്ക്. നമുക്ക് അവസാനം ലാസ്റ്റ് കൊടുക്കാകത്തോട്ട് ഇവിടെ ചെയ്യുന്ന രീതി മെട്രിക്സിനെ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതാണ്. ഇതൊരു 3/3 ആണ്, ഇതൊരു 3/1 ആണ്. ഫസ്റ്റ് റോ കൊണ്ട് ഇപ്പം ഇത് എ ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സിൽ അഡ്ജയുടെ പോർഷനാണ്. ഇതിനെ ബി കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുകയാണ്. ആ -1/2 വെളിയിൽ തന്നെ ഇട്ടേക്കാണ്. എടാ ഇപ്പം ഫസ്റ്റ് റോ കൊണ്ട് കിടക്കുന്ന ഓർഡറിൽ
ആദ്യം കിടക്കുന്ന മെട്രിക്സ്, രണ്ടാമത് കിടക്കുന്ന വേറൊരു മെട്രിക്സ്. ഫസ്റ്റ് റോ കൊണ്ട് അപ്പുറത്ത് എത്ര കോളം ഉണ്ടോ അതിനെല്ലാം ചെയ്യുക. എല്ലാ കോളത്തിനെയും ചെയ്തതിന് ശേഷം അത് എഴുതേണ്ടത് ഫസ്റ്റ് റോയിലായിരിക്കണം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഫസ്റ്റ് റോ കൊണ്ട് ചെയ്യാൻ അവിടെ ഒരു ഒറ്റ കോളമേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ കോളത്തിനെ ചെയ്താൽ മതി. ഫസ്റ്റ് റോ കൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന എല്ലാ കോളത്തിനെയും ചെയ്യണമെന്നാണ് റൂള്. ഫസ്റ്റ് റോ കൊണ്ട് ഒരു കോളമേ ഉള്ളൂ, അപ്പോൾ ഒരെണ്ണത്തിനെ ചെയ്താൽ മതി. അപ്പം ഇതേ നോക്കുക, 2 × 3 പ്ലസ് -2 ഇൻറ്റു കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഇൻറ്റു ഇട്ടാൽ മതി. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക, കറസ്പോണ്ടിങ് എലമെൻറ്റ് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 × 3 പ്ലസ് -2 × 4 പ്ലസ് 0 × 2. ഓക്കെ, അടുത്തത് ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ ചെയ്ത് ഉത്തരം എഴുതുന്നത് ഫസ്റ്റ് റോയിൽ. ഇനി സെക്കൻഡ് റോ കൊണ്ട് അപ്പുറത്തെ ഫസ്റ്റ് കോളം. ഓക്കെ, അപ്പം 0 × 3 പ്ലസ് -1 × 4 പ്ലസ് 1 × 2. ലാസ്റ്റ് തേർഡ് റോ കൊണ്ട് അവിടുത്തെ ഒരു കോളത്തിന് -4 × 3 പ്ലസ് 3 × 4 പ്ലസ് -1 × 2. ശ്രദ്ധിക്കുക, -1/2 ഇൻറ്റു 2 × 3 6, 2 × 4 -2 × 4 -8 പ്ലസ് 0 × 2 0, 0 × 3 0, -1 × 4 -4, 1 × 2 പ്ലസ് 2, -4 × 3 -12, 3 × 4 പ്ലസ് 12, -1 × 2 -2. എടാ നോക്കുക, ശ്രദ്ധിച്ച് നോക്കിയാൽ x ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. 6 - 8 0 ഉണ്ട്, 0 കളഞ്ഞേക്കുക. 6 - 8 -2. ഇവിടെ 0 കളഞ്ഞേക്കുക. -4 പ്ലസ് 2, അതിൻ്റെ ഉത്തരം -2 ആണ്. അടുത്തത് -12ഉം +12ഉം ക്യാൻസലായി, ഒരു -2. ഇവിടെ ഈ ഒരു -1/2 ഉണ്ട്, അതുകൂടെ ഒന്ന് എഴുതിയേക്കണം. x ഒരു -1/2 ഇൻറ്റു ഈ -1/2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോഴേ ഒന്നും കൊടുക്കാതെ ഏറ്റവും അവസാനം അകത്തോട്ട് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് നമുക്ക് x കാണാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ XYZ അല്ലേ? അപ്പോൾ എക്സ് കാണാൻ x എന്ന് പറഞ്ഞാൽ XYZ ആണ്. എക്സ് കാണാൻ x -1/2 അകത്തോട്ട് കൊടുക്കുക. -1/2 എല്ലാ എലമെൻറ്റിനും കൊടുക്കണം. ഒരു കോൺസ്റ്റൻറ്റ് വെളിയിൽ വന്നിട്ട് ഒരു മെട്രിക്സ് വന്നാൽ ആ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിനും നമ്മൾ ഈ കോൺസ്റ്റൻറ്റിനെ കൊടുക്കണമെന്നാണ് റൂള്. അപ്പം -1/2 ഇൻറ്റു ആദ്യം കൊടുക്കുന്നത് -2-നാണ്. അപ്പം 2 × 2 കട്ടായി. ഇവിടെ 1 ആണ്, -1 × -1 ഉത്തരം +1. അത് ഞാൻ ചെയ്ത് കാണിച്ചതാണ്. സിമ്പിളായിട്ട് ചെയ്യാം. -1/2 അകത്തോട്ട് പോകുമ്പം -1/2 ഇൻറ്റു -2, 2 × 2 കട്ടായി, -1 × -1 +1 ഉത്തരം. അതുപോലെ തന്നെയാണ് ഇത് ഇവിടോട്ട്, കാരണം എല്ലാം -2 അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഉത്തരം 1 തന്നെ വന്നുകൊണ്ടിരിക്കത്തില്ലേ? അത് 3 വട്ടം ചെയ്ത് നോക്കണം, വേണ്ട, ഒരു വട്ടം നോക്കിയാൽ മതി. അപ്പോൾ അത് തന്നെയാണ് ഈ ഉത്തരമല്ല. 1 1 1. എടാ x എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. x എന്ന് പറയുന്നത് എന്താണ്? x y z അല്ലേ? x എന്ന് പറഞ്ഞാൽ XYZ ആണ്. അത് എന്തിന് ഈക്വലാ? 1 1 1 ഈക്വലാ. മക്കളുടെ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്. 2 മെട്രിക്സുകൾ, ഇത് ഒരേ ഓർഡറാണ്. ഇതൊരു 3/1 മെട്രിക്സ് ആണ്. ഇതൊരു 3 റോ ഉണ്ട്, ഒരു കോളം. ഇതും 3/1 ആണ്, ഇതും 3/1 ആണ്. രണ്ടിൻ്റെയും ഓർഡർ സെയിം ആണ്. അങ്ങനെ ഓർഡർ സെയിം ആയ 2 മെട്രിക്സ്, 2 മെട്രിക്സുകൾ സെയിം ആയാൽ അവയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ x 1-ന് സെയിം ആണ്, y 1-ന് സെയിം ആണ്, z 1-ന് സെയിം ആണ്. x = 1, y = 1, z = 1. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 6 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം 6 മാർക്ക് ഉറപ്പിക്കാവുന്ന രണ്ടാമത്തെ ചോദ്യമാണിത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അല്ലെങ്കിൽ LPP എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 6 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ തന്നിരിക്കുന്ന സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫ് വരച്ച് നമ്മൾ സോൾവ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. മാക്സിമൈസ് z = 3x + 2y. ഇസഡിൻ്റെ കിട്ടാവുന്ന മാക്സിമം വാല്യൂ ഏതാണ്? എക്സിനും വൈക്കും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഇസഡിന് ഒരു മാക്സിമം വാല്യൂ കിട്ടും. അതേതാണെന്നാണ് ചോദ്യം. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറയും. ഇതിനെയാണ് നമ്മൾ, ഈ ഇന്നിക്വാളിറ്റിയാണ് നമ്മൾ ലീനിയർ ഇന്നിക്വാളിറ്റി +1 പഠിച്ചവരാണ്.
അവിടെ നമ്മൾ ഇന്നിക്വാലിറ്റി പഠിച്ചിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഈ സൈനുകൾ വന്നാൽ അതിനെ വിളിക്കുന്നതാണ് നമ്മൾ ഇന്നിക്വാലിറ്റി. ഈക്വലിന് പകരം ഈ സൈനുകളാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇന്നിക്വാലിറ്റി. എടാ അപ്പോൾ ഈ ഇന്നിക്വാലിറ്റി ഇതിനെ പറയുന്ന കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷന് അതിൻ്റെ മാക്സിമം വാല്യൂ കാണുക എന്നുള്ളതാണ്. ഇതിനെ സോൾവ്, ഈ ഇന്നിക്വാലിറ്റിയെ സോൾവ് ചെയ്താണ് നമ്മൾ ആ മാക്സിമം വാല്യൂ കാണേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ എന്തെങ്കിലും എക്സിനും വൈക്ക് ഇട്ട് കൊടുത്താൽ പോലെ, എക്സിനും വൈക്ക് ഇഷ്ടമുള്ള വിലകൾ ഇട്ട് കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ലേ? ഒരു വലിയ വില ഇട്ട് കൊടുത്താൽ വലുത് കിട്ടും. അപ്പം പക്ഷേ ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഈ ഒരു ഇന്നിക്വാളിറ്റി സോൾവ് ചെയ്ത് ആ ഇന്നിക്വാളിറ്റിയെ ഗ്രാഫിൽ വരച്ച് അവിടെ നിന്നാണ് നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോണം മക്കളെ. ഈ രണ്ട് ഇന്നിക്വാലിറ്റിയും ശ്രദ്ധിക്കുക. ഒന്ന് x+2y ≤ 10, മറ്റൊരു ഇന്നിക്വാലിറ്റി 3x+y ≤ 15. നമ്മൾ ചെയ്യുന്ന രീതിയാണ് x+2y ≤ 10 എന്നല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ഇല്ലേ, അതിൽ ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ മാറ്റി ഈക്വൽ എന്നുള്ള കണ്ടീഷൻ എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം XY കോർഡിനേറ്റ് കണ്ടുപിടിക്കും. എന്നിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ആ കണ്ടീഷനിൽ x+2y ≤ 10 ആയിരുന്നു, അതിൽ x+y = 10 എന്നാക്കും. ഓക്കെ, അതിൽ നിന്നൊരു ബോക്സ് വരയ്ക്കുക. നമ്മൾ +1 റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ എക്സും വൈ എഴുതി, എക്സിന് പോയിന്റ് കൊടുത്ത് എക്സിന് എന്തെങ്കിലും പോയിന്റ് കൊടുത്തിട്ട് വൈ കണ്ടുപിടിക്കത്തില്ലേ, അല്ലെ വൈക്ക് എന്തെങ്കിലും പോയിന്റ് കൊടുത്ത് എക്സ് കണ്ടുപിടിക്കത്തില്ലേ. ഇവിടെ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ ഈക്വേഷനിൽ കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കാണുക. വൈക്ക് ഏതെങ്കിലും വാല്യൂ കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കാണുക. നമുക്ക് ഏത് വാല്യൂവും കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പം ഒരു എളുപ്പത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ 0 ആണ്. നമുക്കല്ലാതെ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്ത് കിട്ടുന്നു നോക്കും. എക്സിന് 0 കൊടുത്താൽ എക്സ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നോക്കിയാൽ മതി. എക്സ് 0 ആകുമ്പോൾ എക്സ് അങ്ങ് പോയില്ലേ. എക്സിന് 0 കൊടുത്താൽ എക്സ് ഹോൾഡ് ചെയ്താൽ 2y, എക്സ് പോയി 0 ആണ്. 2y = 10 ആണ്. 2y 10 ആണെങ്കിൽ 2y 10 ആണെങ്കിൽ y എത്ര ആളാ? y = 10/2, 5 എന്ന് വരത്തില്ലേ. അടുത്ത നമ്മൾ വൈക്ക് 0 കൊടുക്കുകയാണ്. അപ്പോൾ 2 × 0, അത് മൊത്തത്തിൽ ആ വൈക്ക് 0 കൊടുക്കുമ്പോൾ y അങ്ങ് പൊത്തി പിടിക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് x = 10 എന്ന്. വൈക്ക് 0 കൊടുത്താൽ x 10 ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ഇക്വേഷൻ 3x + y = 15. അവിടുന്ന് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി അവിടെ നിന്നും പോയിന്റ് എടുക്കുകയാണ്. 3x + y = 15. അപ്പോൾ അതിൽ നോക്കിയാൽ അവിടെ ഇതേപോലെ ബോക്സ് വരയ്ക്കുക. ഇതേ എക്സ് വൈ, എക്സിന് 0 കൊടുക്കുക, വൈ എന്ത് കിട്ടും നോക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് 0 ആയി പോകും. അപ്പോൾ y = 15 നമുക്ക് കാണാൻ പറ്റും, വൈയുടെ വില 15. ഇനി വൈക്ക് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എന്ത് കിട്ടും? എടാ വൈക്ക് 0 കൊടുത്താൽ വൈ അങ്ങ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ 3x 15 എന്ന് പറഞ്ഞാൽ 3x 15 ആണ്, അല്ലെങ്കിൽ 3x = 15 ആണ്, 15 ആണ് എങ്കിൽ x എത്ര ആണ്? x = 15/3. 15/3 എത്ര എന്ന് വരും? 15/3 ചെയ്യുമ്പോൾ 5 എന്ന് വരും ഉത്തരം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് ആയി. നമ്മുടെ പടം വരയ്ക്കാനുള്ള കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എക്സ് കോർഡിനേറ്റിലെ മാക്സിമം വാല്യൂ ഏതാ? 5 ആണ്. വൈ കോർഡിനേറ്റിലെ മാക്സിമം വാല്യൂ ഏതാ? 15 ആണ്. നമ്മൾ അത് വരയ്ക്കാൻ പോവാണ്. എക്സിൽ നമ്മളിത് ഇങ്ങോട്ട് നമുക്ക് മാറ്റി വരയ്ക്കാം. എക്സിൽ നമ്മൾ മാക്സിമം കൊടുക്കുന്നത് എവിടം വരെ കൊടുക്കും? എക്സിൽ നമുക്ക് മാക്സിമം 10 വരെ മതി, വൈയിൽ 15 വരെ വേണം. എന്തേ XY കോർഡിനേറ്റ് വരയ്ക്കുക. നമ്മൾ ചെയ്യുന്നത് 0, ഇത് ഒറിജിനാണ് 0, ഇത് x, ഇത് y, ഇത് x ആണ്, ഇത് x ആണ്, ഇത് y ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് 2, 4, 6, 8, 10 വരെ ഉള്ളു. എക്സ് മാക്സിമം 12 കൂടെ കൊടുക്കാം, 10 വരെ പക്ഷേ ഉള്ളു. ഇനി അടുത്തത് y എവിടം വരെ കൊടുക്കണം? ഇവിടെ y 5, 0, 15, 0. അപ്പം y മാക്സിമം വന്നേക്കുന്നത് 15 ആണ്. അപ്പം ഒരു 15 വരെ പോകണം. 2, 4, 6, 8, 10, 12, 14, എത്രയോടെ വരും? 16 കൊടുക്കണ്ടേ? 16. അപ്പോൾ 15 എവിടെ വരുമെന്ന് ചോദിച്ചാൽ 14ൻ്റെയും 16ൻ്റെയും ഇടയ്ക്കല്ലേ 15 വരുന്നത്, അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന രീതി XY ആകുമ്പോഴല്ലേ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആകുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കോർഡിനേറ്റ് എടുക്കുന്നത്. 0, 5, 10, 0, 0, 15, 5, 0. ഈ ഒരു 2 പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ്റെ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് 0, 5, 10, 0 ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഇക്വേഷൻ്റെ ലൈൻ വരയ്ക്കുന്നു. സ്ട്രൈറ്റ് ലൈനിലൊക്കെ നമ്മളൊരു ഇക്വേഷൻ്റെ ലൈൻ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്തി ആ ലൈൻ വരച്ചാൽ ആ ലൈനിൻ്റെ ഇക്വേഷനായി. 0, 5, x 0, y 5,
x0 y5 എവിടെ വരും? 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് 5 ഇവിടെ വരും. ഓക്കെ, 0 5 ആയി. ഇനി അടുത്ത 10 0, x10 ആണ് y0. x10 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, y0 ഇവിടെയാണ്. ഇത് 2 പോയിൻ്റായി. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അതങ്ങ് വരച്ചാൽ മതി. അത് ഏത് ഇക്വേഷൻ്റെ ലൈനാണ്? x+2y = 10. ഇവിടെ വരച്ചിട്ടാൽ, ഇവിടെ ഒന്ന് എഴുതിയിട്ടാൽ നമുക്ക് അടുത്തൊരു പരിപാടിയുണ്ട്. നമ്മൾ ഏതാണ് നമ്മുടെ ഉത്തരം, ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സമയത്ത് ഇത് ഉപകാരപ്പെടും. എന്ന് എഴുതിയിട്ടേക്ക്. ഇനി അടുത്ത മക്കളെ, എടാ 3x + y = 15 എന്നുള്ള ആ ഒരു ഇക്വേഷൻ്റെ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. 0 15, x0 y 15 എന്ന് പറയുമ്പം 14ൻ്റെയും 14 14ൻ്റെയും 16ൻ്റെയും ഇടയ്ക്കാണ് 15 വരുന്നത്. ഇവിടെയാണ് 15. ആ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. അടുത്തത് 50 x 5 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് 5. ഇവിടെയാണ് 5 വരുന്നത്. ഇതിനെ തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഇതേത് ഇക്വേഷൻ്റെ ആടാ? 3x + y = 15. അവിടെ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ആൻസറിലേക്ക് നമ്മൾ എത്താറായി, ഫീസിബിൾ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് എക്സിനും വൈക്കും ഏത് വില കൊടുക്കണമെന്നല്ലേ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഗ്രാഫ് വരച്ച് അത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്തുനിന്ന് ഇത്രയും ഗ്രാഫ് നമ്മൾ വരച്ചെങ്കിലും ഇതിലൊരു പ്രത്യേക റീജിയനാണ് നമ്മുടെ ഉത്തരം. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളുടെ ഈ കണ്ടീഷനിൽ x+2y ≤ 10 എന്നുള്ള കണ്ടീഷൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈക്വൽ ടു എന്നുള്ളൊരു കണ്ടീഷൻ എടുത്താണ് ഗ്രാഫ് വരച്ചത്. ഒരു കണ്ടീഷനോടെ കിടപ്പുണ്ട്. ഏതാ? x+2y ഈക്വൽ എടുത്ത് ഗ്രാഫ് വരച്ചെങ്കിൽ <10 എന്നുള്ളൊരു കണ്ടീഷനോടെ കിടപ്പില്ലേ, അതെടുക്കുക. അടുത്തൊരെണ്ണം 3x + y, അവിടെയും < = 15 എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. 3x + y < 15 ഈക്വൽ എടുത്താണ് നമ്മൾ ഗ്രാഫ് വരച്ചത്. എന്നുള്ള കണ്ടീഷൻ അവിടെയും കിടപ്പുണ്ട്. ഇവിടെ റീജിയൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 2-3 മാർഗ്ഗമുണ്ട്. നോർമലി ചെയ്യുന്ന രീതി, എക്സിനും വൈക്കും കുറച്ച് പോയിന്റുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ പോയിന്റുകൾ എവിടെയാണോ വരുന്നത് അതാണ് നമ്മുടെ ഉത്തരവെന്ന് കണ്ടുപിടിക്കും. അത് കുറച്ച് ഇച്ചിരി ഒരു മെനക്കേടുള്ള പരിപാടിയാണ്. അതിനെക്കാട്ടി സിമ്പിൾ ഒരു ട്രിക്കി മാർഗ്ഗമുണ്ട്. നമ്മൾ എക്സിനും വൈക്കും ഒരേ സമയം 0 കൊടുക്കുക, സൈമൾട്ടേനിയസ്ലി 0 കൊടുക്കുക എന്ന് പറയും. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് വൈക്കും 0. എടാ എക്സും വൈയും 0 ആയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് 0 ആയി പോയില്ലേ? അപ്പോൾ 0 < 10 എന്ന് വരത്തില്ലേ? ഇനി ഇവിടെ അതുപോലെ തന്നെ എക്സിനും വൈക്കും സൈമൾട്ടേനിയസ്ലി 0 കൊടുക്കുക, രണ്ടുപേരും 0 ആകുന്നു. അപ്പം ഇവിടെ മൊത്തം 0 ആയി പോവും. 0 < 15, 2 കണ്ടീഷൻ കിട്ടി. ഒന്ന് 0 < 10, 0 < 15. നമ്മൾ നോക്കുന്നത് നമ്മുടെ ആൻസർ കാണാനുള്ള ട്രിക്കാണ്. നമ്മളിവിടെ ഈ 0 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കേണ്ട ഒരു ട്രിക്കാണ്. ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ എന്ന് നോക്കുക. 0 എന്ന് പറയുന്ന സംഖ്യ 10നേക്കാൾ ചെറുതാണ്, ശരിയാണോ? ആണ്. ഇനി 0 എന്ന് പറയുന്ന സംഖ്യ 15നേക്കാൾ ചെറുതാണ്, ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇത് ഏത് ഇക്വേഷൻ്റെ ആണ്? x+2y < 10 അല്ലേ? അതേതാ? ഈ ഒരു ലൈനല്ലേ? ഇവിടെ ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ ഒരു ട്രിക്ക്. 0 നമ്മൾ ചുമ്മാ നോർമലി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വീടായിട്ട് ആലോചിക്കുക. നല്ലത് ചെയ്യുന്നവർ വീടിൻ്റെ അകത്തോട്ട് വരും, തെറ്റാണ് കാണിക്കുന്നതെങ്കിൽ പുറത്തോട്ട് പോകും. നല്ലത് ചെയ്യുന്നവരല്ലേ അകത്ത് കയറ്റുന്നത്. അപ്പം 0 ഇത് വീടായിട്ട് ആലോചിച്ചാൽ ഈ കണ്ടീഷൻ ശരിയായതുകൊണ്ട് നമ്മളിത് ആ ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റ് ആ ലൈൻ മനസ്സിലായാലും നമ്മൾ വേറെ എവിടെയെങ്കിലും വരച്ച് വെക്കും. ഇത് അകത്തോട്ട് കയറുന്നു, നല്ലതായതുകൊണ്ട് അകത്തോട്ട് കയറ്റി, വീടിൻ്റെ അകത്ത് കയറ്റുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതും ശരിയാണ്. അയാളും നല്ലതായതുകൊണ്ട് അകത്തേക്ക് കയറ്റുന്നു, അകത്തോട്ട് വരും, ഫുൾ അകത്തോട്ട് വരയ്ക്കുക. 2 രീതി ഷെയ്ഡ് ചെയ്താൽ മക്കളെ ഇവിടെ നമ്മൾ ഉത്തരം എടുക്കുന്നത്, നമ്മൾ ഈ വരച്ചപ്പം നമുക്കൊരു പൊതുവായ സ്ഥലം വന്നിട്ടുണ്ട്, പൊതുവായ റീജിയൻ. ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ ഭാഗം എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ വരയും ഈ ഒരു വരയും പൊതുവായിട്ട് വരുന്നൊരു വരയുണ്ട്. ഇത് ഈ ഒരു പോർഷനാണ്. അത് 2 വരയും ഒന്നിച്ച്, ഈ ഒരു പോർഷൻ ഇതും ഈ ഒരു വരയും ഒന്നിച്ച് വരുന്നൊരു റീജിയനാണിത്. ഇത് 2 കളറിലെങ്ങാനും 2 ഡിഫറൻറ്റ് ഷെയ്ഡിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരിടത്ത് വരയും ഇട്ട് മറ്റൊരു സ്ഥലത്ത് സ്കെയിൽ കൊണ്ട് നോർമലി ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് റീജിയൻ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ റീജിയൻ, ഇതാണ് നമ്മുടെ ആൻസർ റീജിയൻ. ഈ ഒരു ആൻസർ റീജിയൻ ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. ഒരു 4 സൈഡുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ പോലെ ഇരിക്കും. ചുമ്മാ ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെ കോർണർ പോയിൻ്റ് അല്ലെങ്കിൽ മൂലകൾ കാണണം. ഈ ഒരു അടഞ്ഞിരിക്കുന്ന ഫിഗറിൻ്റെ മൂലകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഞാനൊരു പേര് കൊടുക്കാം. ഇത് O, ഈ ഒരു പോയിന്റിന് ഞാൻ A എന്ന് കൊടുക്കുകയാണ്. ഇത് B, ഇത് C. അങ്ങനെ നോക്കിയാൽ O എന്ന് പറയുന്ന പോയിന്റ് ഏതാടാ? ഒറിജിനല്ലേ, 0,0. A എന്ന് പറയുന്ന പോയിന്റ് ഏതാടാ? സിമ്പിളായിട്ട് കാണാൻ പറ്റും. A ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ വരച്ചപ്പം
കൂടെ നിങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 5 ആണ്. 5 എക്സിലൊരു പോയിൻ്റ് അടയാളപ്പെടുത്തിയാൽ അതിൻ്റെ y കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് എയുടെ പോയിൻ്റാണ് 5,0. ബി ആണ് നമുക്കറിയാത്തത്. ബി നമുക്ക് കണ്ടുപിടിക്കണം. സിയും അറിയാം. ആ പോയിൻ്റ് എവിടെയാണ്? വൈയിലാണ് പോയിൻ്റ്. വൈയിലൊരു പോയിൻ്റ് അടയാളപ്പെടുത്തിയാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ എന്ത് വരുവാ? x0 y 5 ആണ്. ഇത് കണ്ടുപിടിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 വരകൾ, ഈ 2 ലൈനുകൾ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ ബി എന്ന് വിളിച്ചേക്കുന്നത്. ഈ 2 വരകൾ ഒന്നിച്ച് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റാണ് ബി. 2 വരകൾ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ്, 2 വരകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ ആ 2 ലൈൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സിമ്പിളാണ് പരിപാടി. അതിനെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. നമ്മൾ 8ലും 9ലും ഒക്കെ പഠിച്ചിട്ടുള്ള പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് വെച്ച് ഈ x+2y = 10 ഇനി 3x + y = 15 ഈ 2 ഇക്വേഷനെ സോൾവ് ചെയ്താൽ ആ ബി എന്ന് പറയുന്ന പോയിന്റും കിട്ടും. ബി എന്ന് പറയുന്ന പോയിന്റും കിട്ടിയാൽ നമ്മുടെ കയ്യിൽ 4 പോയിൻ്റായി. ഒ ആയി, എ ആയി, ബി ആയി, സി ആയി. ഈ 4 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ ഈ 4 പോയിൻ്റ് എടുത്ത് ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പം 0 0 എക്സിനും വൈക്കും 0 0 കൊടുക്കും. അവിടുന്ന് ഇസഡ് കണ്ടുപിടിക്കും. എക്സിനും വൈക്കും, എക്സിന് 5, വൈക്ക് 0 അതിട്ട് കൊടുക്കും. അവിടുന്ന് ഇസഡ് കണ്ടുപിടിക്കും. അങ്ങനെ കാണുമ്പം കിട്ടുന്ന വലിയ വിലയാണ് മാക്സിമം വാല്യൂ എന്ന് വിളിക്കുന്നത്. അവിടുത്തെ ചെറിയ വിലയാണ് മിനിമം വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് മാക്സിമൈസ് ആണ്. നമുക്കിനി ബിയും കൂടെ ഒന്ന് കാണാം. ബിയും കൂടെ കണ്ടു കിട്ടിയാൽ നമുക്ക് സിമ്പിളാണ് ബാക്കി. മക്കളെ അടുത്ത നമുക്കിതേ ഒ ആയി, ആ ഫിഗറിൽ നിന്ന് ഒ എന്ന് പറയുന്ന പോയിൻ്റായി, എ ആയി, സി ആയി. ബി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ പോലെ 2 ഇക്വേഷൻ എഴുതി അതിനെ സോൾവ് ചെയ്യണം. x+2y = 10. അടുത്ത ഇക്വേഷൻ ഏതാ? 3x + y = 15. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 2. തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇപ്പം നമ്മളിവിടെ നോക്കുമ്പം ഒരു പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2 പെയർ ഓഫ് ഇക്വേഷനാണ്. ഇവന്മാരെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ എക്സും വൈയും ഉണ്ട്. ഇതിൽ ഒരാളെ കിട്ടിയാൽ നമുക്ക് മറ്റേയാളെ കണ്ടുപിടിക്കാം. അപ്പം ഒരാളെ നമുക്ക് ഒരാൾ സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് സിമ്പിളായിരുന്നു. ഇപ്പം ഇവിടെ 2yയും വൈയും ആണ്. ഇത് രണ്ടും 2y ആയിരുന്നെങ്കിൽ നമുക്കത് കുറയ്ക്കായിരുന്നു. അപ്പോൾ അതങ്ങ് പോയാണ്. അപ്പോൾ എക്സിനെ മാത്രം കിട്ടിയേനെ. ഇവിടെ എക്സും 3x ആണ്. അപ്പം ചില ഇക്വേഷൻസിന് നമുക്ക് ഭാഗ്യത്തിന് എന്താണ് 2 സൈഡും സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ എക്സ് വന്നെങ്കിൽ ഇവിടെ എക്സ് വരുന്നൊരു ഇക്വേഷൻ. അതാണെങ്കിൽ ചുമ്മാ കുറച്ച് വിട്ടാൽ മതി. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ആക്കിയിട്ട് വേണം നമ്മൾ കുറയ്ക്കാൻ. സെയിം ആക്കണം ആദ്യം ഇക്വേഷൻസിന്. ഒന്നില്ലെങ്കിൽ എക്സ് സെയിം ആക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കുക, അല്ലെങ്കിൽ വൈ സെയിം ആക്കുക. നമ്മുടെ ഇഷ്ടമാണ്. കൂടുതൽ ആളുകൾ എക്സ് സെയിം ആക്കിയാണ് ചെയ്യുന്നത്. ആദ്യം കിടക്കുന്ന എക്സ് ആയതുകൊണ്ട്. ഇവിടെ എക്സ് എന്നല്ലേ കിടക്കുന്നത്, ഇവിടെ 3x അല്ലേ. ഇവിടെ ഈ 3 ആക്കിയാൽ രണ്ടും 3x ആയി. ഇവിടെയും 3x ഇവിടെയും 3x ആണെങ്കിൽ കുറയ്ക്കുമ്പോൾ അതങ്ങ് എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ മാത്രമായിട്ട് നമുക്കൊരു 3 കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഇക്വേഷനിലും നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ, മാറ്റം വരേണ്ട സൈഡിൽ മാത്രം എന്തെങ്കിലും ഒരു വാല്യൂ കൊണ്ടിട്ട് കൊടുത്താൽ അത് തെറ്റാണ്. മാത്സിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും കൊടുത്താൽ എല്ലാവർക്കും തുല്യമായി, എല്ലാവരെയും ഒരേപോലെ കാണണം, എല്ലാവർക്കും അത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇവിടുത്തെ 3 അത് പറയുന്ന രീതി നമ്മൾ ആ 9 പഠിച്ചിട്ടുണ്ട്. പേഴ്സ് ഓഫ് ഇക്വേഷനിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എത്ര? എക്സിൻ്റെ കൂടെ 1 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 1 എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിനെ കൊണ്ട് ഇക്വേഷൻ നമ്പർ 2നെയും, ഇക്വേഷൻ നമ്പർ 2 എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിനെ കൊണ്ട് ഇക്വേഷൻ നമ്പർ 1നെയും ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടുത്തെ 3 കൊണ്ട് അവിടെ മൊത്തം, ഇവിടുത്തെ 1 കൊണ്ട് ഇവിടെ മൊത്തം. ഈ 1 കൊണ്ട് ഇവിടെ ചെയ്യുന്നതിൽ മാറ്റമില്ലല്ലോ സാറേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ ചില കണക്കുകളിൽ ഇവിടെ വല്ല 4 ഒക്കെ വന്നാൽ അവിടെ സെയിം ആക്കുമ്പം ഞാനിപ്പോൾ ഇവിടെ അത് കാണിച്ചു തന്നില്ലേ, നിങ്ങളത് ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ഇങ്ങോട്ട് 1 കൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ നോക്ക്, ഇക്വേഷൻ 1ന് നമ്മൾ ഇക്വേഷൻ 2ൻ്റെ കോയിഫിഷ്യൻ്റ് ആയ 3 കൊണ്ട് മൊത്തത്തിൽ ചെയ്യാൻ പോവാം. ഇക്വേഷൻ 1 × 3 അപ്പോൾ കിട്ടുന്ന ഉത്തരം നോക്കണം. മൊത്തം 3 ഉണ്ട്. 3 × x 3x + 3 × 2 6y = 3 × 10 30. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 3 പുതിയ ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ ഈ 3 കൊണ്ട് ഇവിടെ ചെയ്തതുപോലെ അവിടുത്തെ 1 കൊണ്ട് ഇവിടെ ഫുള്ള് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2 × 1. മാറ്റമൊന്നും വരത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ വേറെ ചില കണക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. 1 കൊണ്ട് ചെയ്യുമ്പോൾ അത് തന്നെ 3x + y = 15. ഇക്വേഷൻ നമ്പർ 4 കിട്ടിയില്ലേ? ഇനി നോക്കിക്കഴിഞ്ഞാൽ 3x ഇപ്പോൾ ഒരു കാണാൻ തന്നെ ഒരു സൗന്ദര്യമായി. ഇക്വേഷൻ ഓക്കെ ആണ്. 3x 6y y. ഈ ഇക്വേഷൻ നമ്പർ 3നെയും 4നെയും ഇക്വേഷൻ
3യിൽ നിന്നും ഇക്വേഷൻ 4 ഒന്ന് കുറച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന ഉത്തരം ശ്രദ്ധിച്ചോണം. 3യിൽ നിന്നും 4 കുറയ്ക്കുമ്പോൾ 3x നിന്ന് 3x പോയാൽ 0, 3x നിന്ന് 3x പോയി 0. 6yയിൽ നിന്നും y പോയാൽ 6y മൈനസ് y 5y ആണ് അതിൻ്റെ ഉത്തരം. ഈക്വൽ ടു 30ൽ നിന്ന് 15 പോയാൽ 15. എടാ വൈയുടെ വില ഇപ്പം നമുക്ക് കിട്ടും. 5y 15 ആണെങ്കിൽ y ഈക്വൽ ടു 15/5. വൈയുടെ വാല്യൂ 3. വൈയുടെ വാല്യൂ കിട്ടിയാൽ വൈയുടെ വാല്യൂ എടുത്ത് എക്സിലിട്ട് കൊടുത്താൽ എക്സിന് കൊടുത്താൽ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ മതി. 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സും കിട്ടും. ദേ പുട്ട് y ഈസ് ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 1. 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ ആരാടാ 3 ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ഇൻറ്റു 3 6 ഈക്വൽ ടു 10. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് കാണാൻ 6നെ അപ്പുറത്ത് കൊണ്ടുപോയാൽ 10 - 6 ഉത്തരം എത്ര? 4. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിൻ്റ് ഏതാടാ? ബി എന്ന് പറയുന്ന പോയിൻ്റ് x4 y3. y ആദ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ 3 എടുത്ത് എഴുതരുത്, തെറ്റല്ലേ കേട്ടോ. 4,3 ആണ് നമ്മുടെ പോയിൻ്റ്. ഓക്കെ ആയില്ലേ? 4,3 ആയി. ഇനി നമ്മൾ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. ഇതേ നോക്കുക, ഒന്ന് നമ്മുടെ പോയിന്റുകളായി. അപ്പോൾ ഹെഡിങ് കൊടുക്കുക കോർണർ പോയിൻറ്റ്സ്. 2 ഹെഡിങ് ആണ്. ഒന്ന് കോർണർ പോയിന്റുകൾ. അടുത്തൊരു ഹെഡിങ് ആണ് z ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ 3x + 2y. രണ്ടും കാണാൻ പോവാണ്. കോർണർ പോയിന്റുകൾ. ആദ്യത്തെ കോർണർ പോയിന്റ് ഏതാ? O ആണ് 0,0. അടുത്ത കോർണർ പോയിന്റ് ഏതാ? A 5,0. അടുത്ത കോർണർ പോയിന്റ് B 4,3. ലാസ്റ്റത്തെ കോർണർ പോയിന്റ് ഏതാ? C 0,5. ഓക്കെ. അപ്പോൾ അതെ എക്സിനും വൈക്കും ഈ പോയിന്റുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇസഡ് എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കണം. അതിൽ നിന്ന് നമുക്ക് മാക്സിമം വാല്യൂ എഴുതാൻ പറ്റത്തുള്ളൂ. എടാ 0 കൊടുത്താൽ ഇസഡ് എന്താവും? നമ്മുടെ പോയിന്റുകൾ കിട്ടി, നമുക്ക് ഇടാൻ പറ്റുന്ന പോയിന്റുകൾ കിട്ടി. ആ കിട്ടിയ പോയിന്റിൽ തന്നെ നല്ലൊരു പോയിന്റ് ഉണ്ട്, മാക്സിമം. എല്ലാ പോയിന്റും അങ്ങ് എടുക്കാൻ പറ്റത്തില്ല, മാക്സിമം വരുന്ന പോയിന്റ് മാത്രം. എടാ 0 കൊടുത്താൽ എക്സിനും വൈക്കും 0 കൊടുത്താൽ നമുക്കറിയാം രണ്ടുപേർക്കും 0 കൊടുത്താൽ പിന്നെ അവിടെ ഒന്നുമില്ല, ഉത്തരം 0. ഓക്കെ. ഇനി A 5,0. 50 എക്സിന് 5 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. 3 × 5 എക്സിന് 5 അല്ലേ കൊടുക്കുക. 3 × 5 എത്രയാണ് ഉത്തരം? 15 + 2 × 0 ഉത്തരം 0 ആണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അടുത്തത് 4 3 ഇടാം. എക്സിന് 4, അപ്പം 3 × 4 പ്ലസ് അടുത്തത് വൈക്ക് വരാൻ 3 2 × 3 ഈക്വൽ ടു 3 × 4 12 2 × 3 6 12 + 6 എത്ര വരും? 18 എന്ന് വരും, 18. അടുത്തത് 5 കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്താൽ 3 × 0 0 ആയിപ്പോയി. പിന്നെ വൈക്ക് കൊടുക്കുന്ന ഒരു വാല്യൂവിനെ ഉത്തരവുള്ളൂ. 2 × 5 10 വരും. ഓക്കെ. അപ്പോൾ വാല്യൂസ് 0 15 18 10. അവർ പറഞ്ഞിരുന്നത് മാക്സിമൈസ് എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ കിട്ടുന്ന പോയിന്റ് ഏതെന്ന ചോദ്യം, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എഴുതും മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു ഏതാ? 18 മാക്സിമം വാല്യൂ. ഇനി എവിടെ നിന്നാണ് അത് കിട്ടിയത്? ഒബ്റ്റെയിൻഡ് അറ്റ് ഏത് പോയിൻ്റാണ്? ഒബ്റ്റെയിൻഡ് അറ്റ് B 4,3 എന്നുള്ള പോയിന്റ് കൊടുക്കുമ്പോഴാണ് ആ 18 എന്നുള്ള മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഈ ഒരു കണക്ക് ഇതും 6 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കണക്കാണ്. ഇപ്പോൾ ഈ 2 കണക്ക് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് 12 മാർക്ക് മെയിൻ എക്സാമിന് ഉറപ്പാണ്. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ 2 ചോദ്യം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ആ ഒരു ചോദ്യം നമ്മുടെ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 6 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്, ആ ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ 2 പ്രോബ്ലം ഞാൻ ഇട്ടിട്ടുണ്ട്. മക്കളും ചെയ്ത് നോക്കുക. ഈ 2 പ്രോബ്ലം ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതിൻ്റെ അകത്ത് ആൻസർ ഞാൻ ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. 6 മാർക്കിൻ്റെ ഈ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 2 കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് ക്ലിയർ ആവും. ഇനി 6 മാർക്കിൻ്റെ LPP അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ഒരു ചോദ്യം സോൾവ് ദ ഫോളോവിങ് LPP അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി, ആ മാക്സിമൈസിൻ്റെ ഒരു ചോദ്യം നമ്മൾ ചെയ്തായിരുന്നു. അതുപോലത്തെ ഒരു 2 ചോദ്യം. ഓക്കെ. അപ്പോൾ ഇത് 2 ചെയ്യുമ്പോൾ ആ പോർഷനും ക്ലിയർ ആയി. നിങ്ങൾക്ക് ഈ 12 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നത്, നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ
സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിലേക്ക് നിന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ.